ഇന്നൽ ആലിമ ഇദാ അറാദ ബിഇൽമിഹി വജ്ഹല്ലാഹ് ഹാബഹു കുല്ലു ശൈ. അള്ളാഹുവിന്റെ വജ്ഹിനെ ലക്ഷ്യമാക്കിക്കൊണ്ടും അള്ളാഹുവിന്റെ തിരുദാത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുമാണ് അദ്ദേഹത്തിന്റെ ഇൽമു കൊണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, ആ ഇൽമു കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ ഹാബഹു കുല്ലു ശൈ, നിങ്ങൾ മാത്രമല്ല എന്ത് വസ്തുക്കളും അവനെ ഭയപ്പെടുകയും പേടിക്കുകയും ചെയ്യും. അതൊരാദരവിന്റെ ഭയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ആ ഹൈബത്ത് അല്ലാഹുവിനെ ലക്ഷ്യമാക്കുന്ന ഒരു ആലിമിനുണ്ടാകും. നിങ്ങൾ നടുങ്ങുന്നെങ്കിൽ ഇങ്ങനെ ലക്ഷ്യമാക്കുന്ന ആളുടെ സ്ഥിതിയാണിത്. അതേസമയം പഠിച്ച ഇൽമു കൊണ്ട് പണമുണ്ടാക്കാനാണ് ഒരാൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ, പണമുണ്ടാക്കണമെന്നാണ് ആ ഇൽമു കൊണ്ട് അയാളുടെ ലക്ഷ്യമെങ്കിൽ, അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട്, അതിനെന്തെല്ലാം വഴികളുണ്ട്, അതിനെന്തെല്ലാം സൂത്രങ്ങളുണ്ട്, അതിനെന്തൊക്കെ തക്കിടികളുണ്ട്. ഇതാണ് ഒരു ആലിമിന്റെ ഇൽമു കൊണ്ട് അയാൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ എന്തിനേയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്, ഹാബ മിൻ കുല്ലി ശൈ, എന്തും ഈ ആലിമിന് ഭയമായിരിക്കും, ആരെയും ഭയമായിരിക്കും എന്ന്. മൃഗങ്ങളും ഹിംസ്ര ജന്തുക്കളും കാട്ടുജീവികളും അടക്കമാണ് കുല്ലു ശൈ. അത്തരം അനുഭവങ്ങൾ ധാരാളം റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരിലും താബിഈ പ്രമുഖന്മാരിലും മഹത്തുക്കളായ ഇമാമുകളിലുമുണ്ട്. എല്ലാം പേടിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല, ഇതുപോലുള്ള രാജാക്കന്മാർ മാത്രമല്ല, ആ വിധത്തിൽ പേടിയുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് മഹാനവർ ഇതിന് മറുപടി നൽകിയത്.